ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫ്ലൈവെൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഫാൻസി കോഴികളുടെ ഒരു ഫാമിനെ കുറിച്ചാണ്. അതായത് സന്തോഷ് ഏട്ടൻ്റെ ഒരു ഫാമാണ്. ഒരു 10 വർഷത്തോളമായിട്ട് ഫാൻസി കോഴികൾ വളർത്തുന്ന സന്തോഷ് ഏട്ടൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള, അതായത് വിവിധ തരത്തിലുള്ള ഫാൻസി കോഴികളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് സന്തോഷ് ഏട്ടൻ്റെ ഫാമിലി. ഇത് അമ്മൂമ്മയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. സന്തോഷ് ഏട്ടാ, ഇതാരാണ് അപ്പുറത്ത് നിൽക്കണത്? ഇതെന്റെ ഭാര്യ. അതാരാ? മോള് ഡിപ്ലോമയ്ക്ക് പഠിക്കണു അല്ലേ? അമ്മയാണ് വീട്ടിലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്നാണ് പറയുന്നത്. മറ്റേ കോഴിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അമ്മമ്മയാണ്. ഒരു മകനും കൂടി ഉണ്ട്, ആളിപ്പോ സ്ഥലത്തില്ല. അതെ അല്ലേ, സ്ഥലത്തില്ല അല്ലേ? ഓക്കെ. ഇതാണ് സന്തോഷ് ഏട്ടൻ എന്താ ചെയ്യണത് ശരിക്കും? ഞാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കണ്ണാറയിലുള്ള വാഴ ഗവേഷണ കേന്ദ്രം ഫാം സൂപ്രണ്ടാണ്. അത് ശരി. അപ്പൊ കൃഷിയുമായിട്ടൊരു ബന്ധമുണ്ട്. ചേച്ചി എന്താ ചെയ്യണേ? ഒക്കെ നല്ല നല്ല ഗവൺമെന്റിന്റെ ശമ്പളക്കാരാണ്. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാ വന്നത് സന്തോഷ് ഏട്ടാ? അപ്പോ അതായത് ഇത് സിൽക്കി എന്ന് പറഞ്ഞ ഇനം കോഴിയുടെ 2 ചെറിയ കുട്ടികള് നമുക്ക് എന്റെ ചേച്ചിയുടെ മകന് ഒരാള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ്. ആളത് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പൊ അതില് നമുക്ക് നല്ല ആ സിൽക്കി കോഴികളെ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഭംഗിയുള്ള ഇതാണ്, നല്ല പഞ്ഞി പോലെയുള്ള നല്ല മൃദുവായ തൂവലൊക്കെ ഉള്ള. അപ്പൊ ആ ഭംഗിയിൽ ഞാൻ ആകൃഷ്ടനായി. പിന്നീട് ഇതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഈ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ പല വെറൈറ്റികളെ കുറിച്ചൊക്കെ അറിഞ്ഞ് അങ്ങനെ സാവകാശം ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 25 എണ്ണത്തോളം ഇനം ബ്രീഡുകൾ ഞാൻ വളർത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കോഴികളെ ഞാനിവിടെ സന്തോഷ് ഏട്ടനെ ഇപ്പം എനിക്ക് നേരിട്ട് അറിയാം, കുറേ വർഷങ്ങളായിട്ട് അറിയാം. എന്നാലും നമ്മുടെ സന്തോഷ് ഏട്ടൻ്റെ ഒരു ഫാം നമുക്ക് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സന്തോഷ് ഏട്ടൻ്റെ ഫാമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. സന്തോഷ് ഏട്ടൻ എനിക്ക് കുറച്ച് നാളായിട്ട് സന്തോഷ് ഏട്ടൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സന്തോഷ് ഏട്ടൻ്റെ ഫാം ഒരു എന്താ പറയുക, ഒരു കൗതുകമാണ് ശരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് കോഴികളോട് താല്പര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ സന്തോഷ് ഏട്ടൻ്റെ അടുത്തേക്ക് വരും. കാരണം നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റികൾ എപ്പോഴും നല്ല ക്വാളിറ്റിയിൽ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ഏട്ടൻ. കാരണം വിശ്വസിച്ച് മേടിക്കാം നിങ്ങൾക്ക്. അതാണ് സന്തോഷ് ഏട്ടൻ്റെ എനിക്ക് കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത. കാരണം എന്തെങ്കിലും ഒരു അസുഖം ഒരു കോഴി നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ എന്തെങ്കിലും ഒരു അസുഖം ഒരു കോഴിക്കുഞ്ഞിന് കണ്ടു കഴിഞ്ഞാൽ സന്തോഷ് ഏട്ടൻ എന്തെങ്കിലും പറയും, അതിന് നോക്കണ്ട കേട്ടോ. അപ്പം ഞാൻ പറയാം, എന്താ സന്തോഷ് ഏട്ടൻ, എനിക്കത് മതി, അതിന് നോക്കണ്ട, അതിനൊരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു സത്യസന്ധതയും ആ ഒരു നല്ലൊരു മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു സന്തോഷ് ഏട്ടൻ്റെ ഈ കോഴികളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഇതേപോലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് പോലും ഇതേപോലെ ഒരു നല്ലൊരു ഫാം ഇവിടെ നടത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സന്തോഷ് ഏട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം നമുക്ക്. നമുക്ക് സന്തോഷ് ഏട്ടൻ്റെ കോഴികളെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ബ്രഹ്മ കോഴികൾ. വളരെയധികം ഭാരം വയ്ക്കുന്നവയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് കൂടിയിട്ടുള്ള ഇനത്തിൽപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ബ്രഹ്മ കോഴികൾ. ഇത് അമേരിക്കൻ ഫ്രിസിൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കോഴികളാണ്.
സന്തോഷ് ചേട്ടാ, നമ്മളെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സന്തോഷ് ചേട്ടനോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാണ്, കറക്റ്റായിട്ട് പറയണം കേട്ടാ. അതായത് സന്തോഷ് ചേട്ടൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വളരെ ക്വാളിറ്റിയിൽ നല്ല ബ്രീഡുകളെ കണ്ടെത്താനും അതുപോലെ തന്നെ അവരെ പരിപാലിക്കുന്നതിനും അതുപോലെ അവർക്ക് കൊടുക്കുന്ന തീറ്റകളുടെ കാര്യത്തിലാണെങ്കിലും എപ്പോൾ വന്നാലും സന്തോഷ് ചേട്ടൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങൾക്ക് അതായത് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴേ ബുക്കിംഗ് ആയിട്ട് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് അറിയില്ല, പക്ഷേ ഒരു പബ്ലിസിറ്റിയും ആൾ കൊടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അധികം പബ്ലിസിറ്റി ഒന്നും ആൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അറിവിലില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ, നല്ല ക്വാളിറ്റി ബ്രീഡുകൾ ആവശ്യമുള്ളവർ എങ്ങനെയൊക്കെയാണെങ്കിൽ സന്തോഷ് ചേട്ടൻ്റെ വീട് തപ്പി പിടിച്ച് വരും. അതുപോലെ നിങ്ങൾ തപ്പി പിടിച്ച് വരിക ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടൈമുണ്ട്. അദ്ദേഹം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾ ഒരുപാട് എന്താ പറയുക അങ്ങനത്തെ സമയങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ജോലി സമയങ്ങളിൽ ചിലപ്പോൾ ആൾ വീട്ടിലുണ്ടാവില്ല. ഒഴിവ് ദിവസങ്ങളിൽ ഗവൺമെൻറ് ഹോളിഡേയ്സിലൊക്കെ അദ്ദേഹത്തിനെ നിങ്ങൾക്ക് കിട്ടും. സന്തോഷ് ചേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷ് ചേട്ടൻ നല്ല നല്ല ബ്രീഡിംഗ് പെയറുകളെ കണ്ടെത്തുന്നുണ്ട്. എനിക്കൊന്നും വിചാരിച്ചിട്ട് കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്താണ് ശരിക്കും? അതായത് ഞാൻ ഏകദേശം 10 വർഷത്തോളം ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ എല്ലാ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നല്ല ഇനം ബ്രീഡുകൾ വളർത്തുന്ന ബ്രീഡർമാരെ കണ്ടെത്തി അവരിൽ നിന്നാണ് ഞാനിത് നല്ല ഇനത്തിനെ സെലക്ട് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് പോളിഷ് ക്യാപ്പ് അല്ലേ? ബ്ലാക്ക് പോളിഷ് ക്യാപ്പ് നല്ല കാടിയുള്ള ടൈപ്പാണ്, നല്ല ക്വാളിറ്റിയിലാണ്. ഇത് ബ്രഹ്മയുടെ ഫീമെയിൽ അല്ലേ? ഇത് ലൈറ്റ് ബ്രഹ്മ എന്ന് പറയും. ലൈറ്റ് ബ്രഹ്മ അല്ലേ? ഓക്കെ. ഇത് ബഫ് അല്ലേ? ബഫ് പോളിഷ് ക്യാപ്പ് അല്ലേ? കുറച്ച് വെറൈറ്റി ആണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് ചേട്ടൻ്റെ കയ്യിലുള്ള ബ്രീഡുകളുടെ വില നമുക്ക് പറഞ്ഞ് തരാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വാല്യൂ ഒന്നും ഇടാത്തത് കേട്ടോ. കാരണം നമ്മൾ സാധാരണ ലോക്കൽ ബ്രീഡുകൾ, മിഡിൽ ക്ലാസ് ബ്രീഡുകൾ, ഹൈ ക്ലാസ് ബ്രീഡുകൾ, അങ്ങനെ 3-4 വെറൈറ്റികളുണ്ട്. ഈ ബ്രീഡുകളുടെ ഒരു മതിപ്പ് വിലയാണ് ശരിക്കും മോഹവില എന്നൊക്കെ പറയില്ലേ, അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം ഓരോ ബ്രീഡുകളെ പല ആളുകളിൽ നിന്നും കളക്ട് ചെയ്യണത്. അതിനുശേഷം അതിൻ്റെ കുഞ്ഞുങ്ങളെ നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിച്ച് ക്വാളിറ്റി ഉള്ളതിനെ മാത്രമാണ് സെയിലും ചെയ്യണുള്ളൂ. എന്തെങ്കിലും ഇപ്പോൾ വികലാംഗരൊക്കെ ആയിട്ടുള്ളതുണ്ടാവും, ഡാമേജ് അസുഖങ്ങളുള്ളവരുണ്ടാവും, അവരൊന്നും നമ്മൾ ആൾ കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പോലും നല്ല നല്ല ബ്രീഡുകൾ, ഒരുപാട് ബ്രീഡുകൾ അതുപോലെ അസോളൊക്കെ ആളുടെ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ. അത് എന്താണെന്ന് വെച്ചാൽ ഈ കാർഷിക സർവകലാശാലയായ കാരണം അദ്ദേഹത്തിന് അവിടെ നിന്ന് വിത്ത് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനം അദ്ദേഹത്തിൽ നിന്നാണ്. പിന്നെ ഇതെന്താ സെപ്പറേറ്റ് അല്ലേ? സിൽവർ സെപ്പറേറ്റ്. ഇതൊന്ന് കാണിച്ചേ. ഇത് റെഡ് മില്ലുകളിൽ വേറൊരു വിഭാഗമാണ് റെഡ് മില്ലി എന്ന് പറയും. റെഡ് മില്ലി നല്ല ഭംഗിയുള്ള റേറ്റാണ്. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതിനല്ലേ? ഇത് ഏത് സന്തോഷട്ടത്? ഇത് സിൽവർ മില്ലി. ഓക്കെ. ഇതിങ്ങനെ പുള്ളിയായിട്ടല്ലോ അവര്. ഇത് മോട്ടിൽഡ് ബാൻഡ് അല്ലേ? മോട്ടിൽഡ് ബാൻഡ്. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ പെക്കിൻ ബാൻഡ് അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള ഫാൻസി കോഴികളൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത് സന്തോഷ് ചേട്ടൻ്റെ തന്നെയാണ്. പലരും നമുക്ക് തട്ടിപ്പിനൊക്കെ ഇരയായിട്ടുണ്ട്. സന്തോഷ് ചേട്ടൻ, ഈ തട്ടിപ്പ് എങ്ങനെയാണ് സംഭവം? അപ്പോൾ അത് ഈ തട്ടിപ്പ് എന്നുള്ളത് ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. അതായത് ഇതിന്റെ തുടക്കത്തില് ഈ പറഞ്ഞ പോലെ ബ്രീഡുകളെ കുറിച്ച് അറിവില്ലായ്മ അങ്ങനെ വരുമ്പോൾ നമ്മളെ പലരും പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പല നല്ല ബ്രീഡുകളെ കുറിച്ച് മനസ്സിലാക്കി
പിന്നീട് ഞാൻ ചിന്തിച്ചു എനിക്ക് പറ്റിയ ഇത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവരുത്, അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി. അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഒരുപാട്, എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറെ ഫാൻസികളുടെ പേര് പോലും അറിയണ്ടായിരുന്നില്ല ഒരു 5-6 കൊല്ലം മുമ്പ്. നമ്മൾ ഓരോരുത്തരെയും അവർ പറയണ പേര് അത് വിശ്വസിച്ച് മേടിച്ചു കൊണ്ടുവരും. കുറെ നാൾ അത് കഴിഞ്ഞ് വലുതായി വരുമ്പോൾ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് കാലുമ പൊടിൻ്റെ കുറച്ച് തലേമ തൊപ്പീൻ്റെ, പക്ഷേ ഇതൊന്നും ഒറിജിനൽ ക്വാളിറ്റി ആയിരിക്കില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രീഡിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റികളുണ്ട്, അതിനനുസരിച്ചാണ് അതിൻ്റെ വില വരുന്നത്. നമുക്കത് വില കുറച്ചൊന്നും ഒരിക്കലും കിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡുകളൊന്നും ഒരു സ്ഥലത്തുനിന്നും കിട്ടില്ല. അത് കിട്ടുന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഇൻഡസ്ട്രി തന്നെ ഞാനിത് ഇപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ ഫാൻസി കോഴികളെ സംബന്ധിച്ച്. അത് നമുക്ക് ഒരു ക്വാളിറ്റി ചിലപ്പോൾ പല ബ്രീഡുകളെ കിട്ടണമെങ്കിൽ പല ആളുകളുടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഒരു സ്ഥലത്തു നിന്നൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നല്ല ക്വാളിറ്റി ഉള്ളത് പല ആളുകളിൽ നിന്നൊക്കെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് സന്തോഷേട്ടനെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇതിലൊക്കെ കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് ഇതിന്റെ പരിചരണമൊക്കെ ആരംഭിക്കുന്നത്? അതായത് ഈ നല്ല ആരോഗ്യമുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ നമ്മൾ ബ്രൂഡർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഈ വിർബാക്ക് എന്ന കമ്പനിയുടെ കൊർസോലിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്ന തോതിൽ ഇലക്കി നമ്മൾ ആദ്യം തന്നെ ഈ ബ്രൂഡ് ചെയ്യുന്ന അതിൽ സ്പ്രേ ചെയ്യും. അപ്പോൾ അത് മുതൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ കിട്ടും. പിന്നെ തീറ്റയൊക്കെ എന്താ കൊടുക്കാറുള്ളത്? തീറ്റ നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള തീറ്റ കൊടുക്കും. പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ ഗ്രോവർ കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു ഏകദേശം നമുക്കറിയാം ഒരു ഈ പിടക്കോഴികൾ ഇങ്ങനെ കാർപ്പിച്ച് തുടങ്ങുന്നൊക്കെ പറയും. ആ ഒരു സ്റ്റേജൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ മുട്ടയ്ക്കുള്ള തീറ്റ കൊടുക്കും. അത് ലെയർ എന്ന് പറഞ്ഞ തീറ്റ കൊടുക്കും. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ തീറ്റയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അപ്പൊ അത് കൂടാണ്ട് ഇപ്പൊ സന്തോഷേട്ടന്റെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പൊ സന്തോഷേട്ടന്റെ നിന്നാണ് ഞങ്ങൾ അസോളയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പൊ അതൊക്കെ കൊടുക്കാറുണ്ടോ? അതായത് നമ്മളിപ്പോ അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന ഈ തീറ്റ ആൾക്കാർ ഉപരി നമുക്ക് കുറച്ചും കൂടിയൊക്കെ തീറ്റ ചെലവും കുറയ്ക്കാം. പിന്നെ അവിടെ ഹെൽത്ത് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി അസോള എന്ന് പറഞ്ഞിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് വളരെ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു ജൈവ ഇതാണ് അത് അസോള. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ കോഴികളെ ഞാൻ ഇവിടെ വരുമ്പോൾ കാണാറുണ്ട്, പലപ്പോഴും കോഴികളെ ഞാൻ അഴിച്ചു വിട്ട് കാണാറുണ്ട്. അത് ഓരോ കൂട്ടിൽ നിന്നും കോഴികളെ അഴിച്ചു വിടാറുണ്ടോ? അതായത് മെയിനായിട്ട് നമുക്ക് ഹെവി ബ്രീഡുകളെ നമ്മൾ തുടർച്ചയായിട്ട് കൂടുകളിൽ ഇടുമ്പോൾ അവർക്ക് കാലിന് അസുഖം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ബ്രഹ്മ അങ്ങനെയൊക്കെയുള്ള ആ വലിയ ബ്രീഡുകളെ എല്ലാം ഒരുമിച്ചിടില്ല, എല്ലാം മിക്സിങ് വരും. അപ്പോൾ നമ്മൾ ഇടവിട്ട് പല കാല ഇതിൽ വെച്ചിട്ട് ഓരോരുത്തരും കുറച്ച് നേരമെങ്കിലും നമ്മൾ തുറന്നു വിടും. അത് ബ്രഹ്മകൾക്കൊക്കെ അത് വളരെ അത്യാവശ്യമാണ്. വളരെ എൻ്റെ അടുത്ത് ഒരു 35ഓളം ഇനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി ഞാനൊരു 25ഓളം ബ്രീഡുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഏറ്റവും വലിയ ഫാൻസി കോഴികളിലെ ഏറ്റവും വലിയ ബ്രീഡ് എന്ന് പറയുന്നത് ബ്രഹ്മ മുതൽ പിന്നെ സിൽവർ ലൈസ്, അതൊക്കെ ഒരു ചെറിയൊരു ബ്രീഡാണ്. അതുപോലെ സിൽവർ സെപ്പറേറ്റ്, അങ്ങനെ പല ഇനങ്ങളുണ്ട്. ഈ മില്ലികൾ, അതായത് സിൽവർ മില്ലി, റെഡ് മില്ലി, ബ്ലാക്ക് മില്ലി, അതുപോലെ ഫ്രിസിലുകൾ, അമേരിക്കൻ ഫ്രിസിൽ, പിന്നെ അമേരിക്കൻ ബാൻഡത്തിൻ്റെ തന്നെ മോട്ടിൽഡ് എന്ന് പറയും, പെക്കിൻ എന്ന് പറയും, പിന്നെ വൈറ്റ് കളറിലുണ്ട്. പിന്നെ ഉള്ളത് പോളിഷ് ക്യാപ്പുകളിലെ വിവിധ ഇനങ്ങൾ, അതായത് ബഫ് പോളിഷ് എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു ഇനമാണ്, അതുണ്ട്. ബ്ലാക്ക് പോളിഷ് ക്യാപ്പ്. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാണ് അമേരിക്കൻ സിൽക്കി എന്ന് പറയുന്നത്. വെള്ള നിറത്തിൽ നല്ല ഭംഗിയുള്ള അമേരിക്കൻ സിൽക്കി, അത് ഉണ്ട്. അങ്ങനെ ഒരു 25ഓളം
ഇനങ്ങളെ ഞാൻ കുറെ വെറൈറ്റികൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ വെറൈറ്റികൾ അദ്ദേഹം ഒഴിവാക്കിയപ്പോൾ കുറച്ച്, അതായത് കൂടിൻ്റെ ഒക്കെ സൗകര്യം നോക്കിയിട്ട്, പിന്നെ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കാരണം കുറച്ച് എണ്ണം കുറച്ചതായിട്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ മുമ്പ് വരുമ്പോൾ ഒക്കെ ഒരുപാട് 10-35 വെറൈറ്റികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആംബർഗ്, ലാവൻഡർ അതൊന്നും ഇപ്പോൾ കാണാനില്ല എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ കുറേ വെറൈറ്റികൾ. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഫാൻസി കോഴികളുമായിട്ടുള്ള എന്ത് സംശയങ്ങളും അപ്പോൾ വിളിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്രീഡുകളെ കുറിച്ച് അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഫാൻസി കോഴികളെ വളർത്തുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫാൻസി കോഴികളുടെ ബ്രീഡുകളെ പറ്റിയിട്ടും നല്ല ക്വാളിറ്റി എങ്ങനെയാണോ അറിയാനൊക്കെ ഉള്ള കാര്യങ്ങൾ, മരുന്നുകളെ കുറിച്ച് നോക്കണതിൻ്റെ പരിചരണത്തിനെ കുറിച്ച് ഒക്കെ അദ്ദേഹത്തിനെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അദ്ദേഹത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം. അതുപോലെ നല്ല ബ്രീഡുകളെ ബുക്കിംഗ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴികൾക്കും ഒരുവിധമൊക്കെ ബുക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് ബ്രീഡുകളെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. സാധാരണ ഞാൻ പറയാനുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മുടെ ചാനലൊക്കെ എപ്പോഴും റെഡി ആക്കി വയ്ക്കുക. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നന്ദി സന്തോഷ് ചേട്ടാ.